ഹേ ഓൾ, അപ്പോൾ കുറേ നാളായി ഒരു വ്ളോഗ് ചെയ്തിട്ട്. അപ്പോൾ വീണ്ടും ഒരു ചെറിയ വ്ളോഗായിട്ടാട്ടോ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അപ്പൂസിനെ ഞങ്ങൾ സ്കൂളിൽ വിട്ടിട്ട് നേരെ പോയത് ഈലിങ്ങിലേക്കാണ്. അവിടെ അപ്പൂസിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഈലിങ്ങിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ നേരെ അവനെ സ്കൂളിലാക്കിയിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് ഈലിംഗ് ബ്രോഡ്വേയിലേക്കാണ് കേട്ടോ. നമ്മൾ യൂഷ്വലി പ്രൈമാർക്കിൽ പോവുകയാണെങ്കിൽ ഈലിങ്ങിൽ തന്നെയാണ് പോവാറ്. കാര്യം കുറച്ച് വലിയ പ്രൈമാർക്കാണ്, അതുപോലെ തന്നെ നല്ല കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും പ്രൈമാർക്കിൽ പോവുകയാണെങ്കിൽ നമ്മൾ പോകുന്നത് ഈലിംഗ് ബ്രോഡ്വേ തന്നെയാണ്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് M&Sലായിക്കോട്ടെ, പിന്നെ അതിനകത്ത് ഇഷ്ടംപോലെ ഷോപ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫേവറേറ്റ് പ്ലേസ് ആട്ടോ ഈലിംഗ് ബ്രോഡ്വേ. അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് നേരെ M&Sൻ്റെ അകത്തൂടെ കയറിയിട്ടാണ് പിന്നെ പ്രൈമാർക്കിലേക്ക് കയറുന്നത്. ഇപ്പോൾ കുറച്ച് തണുപ്പൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഓട്ടം സീസൺ തുടങ്ങിയ കാരണം അത്യാവശ്യം തണുപ്പൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ സിദ്ധുവിനാണെങ്കിൽ ഫുഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ യൂഷ്വലി ചെയ്യാറുള്ളത് ഇവിടെ M&Sലോ അല്ലെങ്കിൽ ടെസ്കോയുടെ അകത്ത് കയറിയിട്ട് മറ്റേ ബേബിയുടെ ഫ്രൂട്ട് പൗച്ചസ് ഉണ്ടാവുമല്ലോ, സോളിഡ് പൗച്ചസ്, അത് വാങ്ങിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യാറ്. അല്ലാണ്ട് ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ ഫുഡൊന്നും അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും തണുക്കുന്നുള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ടെസ്കോയിലോ M&Sലൊക്കെ കയറുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞാൽ വാങ്ങിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈസി ആണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. നല്ല വലിയ M&S ആട്ടോ. ഇതിനകത്ത് തന്നെ എല്ലാം ഉണ്ട്, അതായത് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ക്ലോത്തിങ്സ്, എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. ഭയങ്കര വലിയ M&S ആണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ സിദ്ധുവിനൊരു ഫ്രൂട്ട് പൗച്ച് എടുത്തിട്ട് പിന്നെ കുറച്ച് അവിടെ ഇങ്ങനെ കറങ്ങി നടന്നു. അവിടുത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ നോക്കിയൊക്കെ നടന്നു. ഇപ്പോൾ നമ്മൾ അതിനകത്ത് കയറിയപ്പോൾ കുറച്ച് കേക്ക്സ് കണ്ടിട്ടോ. നല്ല ഭംഗിയുള്ള കേക്ക്സ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അപ്പൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഇവിടെ വന്നിട്ടൊരു കേക്ക് വാങ്ങാം. കാര്യം നല്ല വെറൈറ്റി കേക്ക്സ് ഉണ്ടായിരുന്നു. നമ്മൾ കേക്ക് ബോക്സിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ കുറച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കസ്റ്റമൈസേഷൻ ഉണ്ടെങ്കിലും പക്ഷേ ഇത് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നിയിട്ടോ. നല്ല ഭംഗിയുള്ള കേക്ക്സ് ഉണ്ട്. പിന്നെ അത്യാവശ്യം അഫോർഡബിൾ റേറ്റും കൂടെ ആയിരുന്നു. 19 പൗണ്ട് 17 പൗണ്ട് അതിനൊക്കെ നല്ല ഭംഗിയുള്ള കേക്ക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അപ്പൂൻ്റെ ബർത്ത്ഡേക്ക് ഇവിടെ വന്നിട്ട് കേക്ക് എടുക്കാൻ ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കുറച്ച് കേക്കൊക്കെ അവിടെ നോക്കി വെച്ചു. എന്നിട്ട് ബില്ലൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ നേരത്ത് നമ്മുടെ ഫ്രൂട്ട് കേക്ക് കണ്ടിട്ടോ. അതായത് നമ്മുടെ നാട്ടിൽ പ്ലം കേക്ക് പോലത്തെ ഇവിടെ ഇവർ ക്രിസ്മസ് ടൈമിൽ ഈ ഒരു കേക്കാണ് കഴിക്കുന്നത്. പ്ലം കേക്ക് പോലെ തന്നെയാണ്. ആ ഒരു ഇത് കണ്ടു. പിന്നെ ക്രിസ്മസ് ആയ കാരണം ക്രിസ്മസ് വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ക്രിസ്മസ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. സോ ഇതാണ് M&Sൻ്റെ പുറത്തേക്കുള്ള വഴി. അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് പ്രൈമാർക്കിലേക്കാണ്. ഇപ്പോൾ ഓട്ടം സീസൺ സ്റ്റാർട്ടായതുകൊണ്ട് തന്നെ എല്ലാം നല്ല ജമ്പേഴ്സും നല്ല തണുപ്പത്തിടാൻ പറ്റിയ ടൈപ്പ് ഓഫ് സ്വെറ്റ് ഷർട്ട്സും കാര്യങ്ങളൊക്കെ ആട്ടോ. ഫുൾ നിറയെ കളക്ഷൻ ഉണ്ട് പ്രൈമാർക്കിൽ. അപ്പോൾ ജസ്റ്റ് അതൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണ്. പക്ഷേ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പൂവിന് ഡ്രസ്സ് എടുക്കാനാണ്. പക്ഷേ നമ്മൾ താഴത്തെ ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അതിനകത്ത് കയറി 2 റൗണ്ട് അടിച്ചിട്ടാണ് തിരിച്ച് മുകളിൽ കിഡ്സ് സെക്ഷനിലേക്ക് പോകാറ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള ജമ്പേഴ്സും സ്വെറ്റ് ഷർട്ട്സൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നേ. വിൻ്റർ ടൈം ആയതുകൊണ്ട് നല്ല കട്ടിയുള്ള ക്ലോത്തിങ്സ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ മുകളിലേക്ക് പോയി. ഇതാണ് കിഡ്സ് സെക്ഷൻ പ്രൈമാർക്കിലെ. ഇവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ഫുൾ അയ്യോ എന്തോരം
നല്ല ഭംഗിയുള്ള പിള്ളേരുടെ ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതായത് ക്രിസ്മസ് സീസൺ സ്റ്റാർട്ട് ആവാറായതുകൊണ്ട് തന്നെ ക്രിസ്മസ് ഡെക്കോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പൂസിനാണെങ്കിൽ കുറച്ച് പൈജാമ സെറ്റ്സ് നോക്കുമായിരുന്നു. പിന്നെ ഞാൻ ഒരു സെറ്റ് തെർമൽസ് എടുത്തട്ടോ. അവന് സ്കൂളിലൊക്കെ പോകുമ്പോൾ തെർമൽസ് ഇടുകയാണെങ്കിൽ അത്യാവശ്യം തണുപ്പൊന്നും ഇല്ലാണ്ടിരിക്കും. അപ്പോൾ പിന്നെ ഒരു സെറ്റ് തെർമൽസ് ഞാൻ എടുക്കുകയാണ് അവിടെ നിന്ന്. അതിനകത്ത് അധികം സാധനങ്ങൾ നിൽക്കില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ ചെന്നൊരു ബാഗ് എടുത്തിട്ടോ. പിന്നെ ആണെങ്കിൽ അപ്പൂസിന് വേണ്ടിയിട്ട് ഒരു ജാക്കറ്റ് നോക്കി. പക്ഷെ അത് അത്ര കട്ടിയുള്ള ജാക്കറ്റ് ആയിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ അതെടുത്തില്ല. പിന്നെ ഇതുപോലെ നിറയെ നല്ല ക്യൂട്ട് പ്രിൻ്റിലുള്ള സ്വെറ്റ് ഷർട്ട്സ് ഉണ്ട് കേട്ടോ. പിള്ളേർക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എല്ലാം നല്ല നല്ല പ്രിൻ്റുള്ള നല്ല സ്വെറ്റ് ഷർട്ട്സാണ്. നല്ല കട്ടിയുണ്ട് കേട്ടോ. പ്രൈമാർക്കിൽ സ്വെറ്റ് ഷർട്ട്സൊക്കെ നല്ല നമുക്ക് തണുപ്പത്തൊക്കെ ഇടാൻ പറ്റിയ സ്വെറ്റ് ഷർട്ടാണ്. അതുപോലെ തന്നെ നല്ല ക്യൂട്ട് പ്രിൻസാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. അത്യാവശ്യം അഫോർഡബിൾ റേറ്റ് ആട്ടോ. ഇതൊക്കെ 6 പൗണ്ട്സേ ഉള്ളൂ. പക്ഷെ അപ്പൂൻ്റെ ബർത്ത്ഡേ തീമിന് പറ്റിയ ഒരൊറ്റ സ്വെറ്റ് ഷർട്ടും ഞാനവിടെ കണ്ടില്ല. അത് കാരണം സത്യം പറഞ്ഞാൽ ഞാൻ അവന് വേണ്ടിയുള്ള സ്വെറ്റ് ഷർട്ട് എടുത്തില്ല കേട്ടോ. പിന്നെ ഇതുപോലത്തെ നല്ല ഇന്നവേഴ്സ് ഉണ്ട്, അണ്ടർവെയർസ് ഉണ്ട് കേട്ടോ. പിള്ളേർക്ക് നല്ല ബ്ലൂയുടെ പ്രിൻ്റൊക്കെയുള്ള ഇതൊക്കെ ന്യൂ ബോൺ സെക്ഷനാണ്. പിന്നെ ഇപ്പോൾ സമ്മർ കഴിഞ്ഞ് ഓട്ടം സ്റ്റാർട്ട് ചെയ്യാറായതുകൊണ്ട് സമ്മർ ക്ലോത്തിങ്ങിനൊക്കെ നല്ല റിഡക്ഷൻ ഉണ്ട്. ഇതൊക്കെ റിഡക്ഷനിൽ കിടക്കുന്ന പിള്ളേരെ ഫ്രോക്സാണ്. പിന്നെ അത്യാവശ്യം കുറേ നേരം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് എനിക്ക് എല്ലാം അങ്ങ് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. കാര്യം ഡ്രസ്സ് കണ്ടപ്പോൾ ഡ്രസ്സിൻ്റെ പുറകെ ആയിപ്പോയി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് അപ്പൂൻ്റെ സ്കൂളിലേക്കാണ്. കാര്യം ഇന്ന് അവന് PTA മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് നേരെ അവൻ്റെ സ്കൂളിൽ പോയിട്ട് അവനെയും പിക്ക് ചെയ്ത് വീട്ടിലേക്ക് പോകാൻ കരുതിയിട്ട് പ്രൈമാർക്കിൽ നിന്ന് എങ്ങനെയൊക്കെയോ ഒരുവിധം സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ അപ്പൂൻ്റെ സ്കൂളിലേക്കാണ് പോകുന്നത്. അപ്പോൾ 3 മണിക്കായിരുന്നു PTA. നമ്മൾ കറക്റ്റ് 2:50 ആയപ്പോഴാണ് ബസ് ഇറങ്ങിയത്. പിന്നെ ആണെങ്കിൽ അവർക്ക് നവംബർ തുടങ്ങി അപ്പൂൻ്റെ സ്കൂളിൽ അവരുടെ ലഞ്ചിൻ്റെ മെനു മാറുകയാണ്. അപ്പോൾ പുതിയ കുറച്ച് ഡിഷ് നമുക്ക് പാരൻസിനും കൂടെ ടേസ്റ്റ് ചെയ്യാനുള്ളൊരു സെക്ഷൻ അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ പിള്ളേർ എന്താണ് സ്കൂളിൽ കഴിക്കുന്നത് എന്നുള്ള ഒരു ജസ്റ്റ് ഒരു ടേസ്റ്റിംഗ് സെക്ഷനുണ്ട്. അപ്പോൾ അതും അവരവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇതാട്ടോ സ്കൂളിൻ്റെ മെയിൻ എൻട്രൻസ്. അപ്പോൾ ഇതാണ് അപ്പൂൻ്റെ സ്കൂളിൽ അവരുടെ മിസ് ഉദിയാൻ ആൻഡ് മിസ് ബെർണാഡ്. അപ്പോൾ ചെറിയൊരു നമ്മൾ സ്കൂളിലേക്ക് വരുന്നതിന് മുന്നേയും അവരുടെ ഹോംവർക്ക് അതിനെ പറ്റിയുള്ളൊരു ചെറിയൊരു ക്ലാസ് ആയിരുന്നു ആ മീറ്റിംഗ്. അപ്പോൾ ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് ഉണ്ടായിരുന്നു ആ ഒരു സെക്ഷൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഫുഡിൻ്റെ ടേസ്റ്റിംഗ് സെക്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ ലഞ്ച് ഹാള്. അപ്പോൾ ഇവിടെയാണ് അവരുടെ ഫുഡൊക്കെ സെർവ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്യാം. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫിഷും മീറ്റ് പിസ്സ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് എല്ലാ ദിവസവും മൺഡേ ടു ഫ്രൈഡേ അവർ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു 1 മീൽ എന്ന് പറയുന്നത് ഒരു പീസ് പിസ്സ, പിന്നെ കുറച്ച് റൈസ്, ചിക്കൻ കറി, ദാൽ കറി, ഇതൊക്കെയാണ് അവരുടെ സ്കൂൾ ലഞ്ചിൽ അവർ ഡെയിലി ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു ടേസ്റ്റിംഗ് സെഷൻ ആയതുകൊണ്ട് നമുക്കത് തന്നേ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി. പിള്ളേർക്ക് ഹെൽത്തി വേർഷനായിട്ടാണ് അവർ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് അവരുടെ സ്കൂളിലെ ലഞ്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പൂനെ ക്ലാസ്സിൽ നിന്ന് പിക്ക് ചെയ്തു. അതുപോലെ തന്നെ അവർക്ക് ഒരു ചെറിയ ബോട്ടിൽ പാല് എല്ലാ ദിവസവും കൊടുക്കാറുണ്ട്. അപ്പോൾ അതും കൂടെ കുടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.